ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് തൃശ്ശൂർ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ തൃശ്ശൂർ എവിടെ നോക്കിയാലും പള്ളിപ്പെരുന്നാളും ഉത്സവവും പൂരങ്ങളൊക്കെ ആണല്ലേ. പോകുന്ന വഴിക്ക് പാലക്കൽ പള്ളിയിൽ പെരുന്നാളായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ പോയത് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. ഇന്ന് വീട്ടിലേക്ക് കുറച്ചധികം സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ പോയത് വെജിറ്റബിളും ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്കാണ്. യാമിക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രോബെറി ആണ് കേട്ടോ. യാമിക്ക് സ്ട്രോബെറി ഇടാം. അങ്ങനെ യാമിയുടെ സ്ട്രോബെറി ഒക്കെ എടുത്ത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, കുറച്ചധികം സാധനങ്ങൾ ഓരോന്നായി ഞാൻ എടുത്ത് നടന്ന് നേരെ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയി. കുറച്ചധികം സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ ഒരു നീണ്ട ബില്ല് കിട്ടി. ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ നേരെ ഇറങ്ങി. പിന്നെ എനിക്ക് ചെറുതായിട്ടൊന്ന് വിശക്കുന്നുണ്ടായിരുന്നു. ചെറിയൊരു വിശപ്പിൻ്റെ സുഖമുണ്ട്. നമുക്കിനി ഫുഡ് കഴിക്കാൻ പോവാം. എവിടെ പോവാ? തട്ടുകട പോയാലോ? തട്ടുകട വേണ്ട, പിന്നെ കോർണിഷിൽ പോവാം. ശരി, എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് കോർണിഷ്. അവിടെ പോയിട്ട് വരാം. അങ്ങനെ നമ്മുടെ കോർണിഷ് എത്തി. ഞാൻ തട്ടുകട വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ തട്ടുകടയിലെ ഫുഡ് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, ഇന്നെന്തോ കോർണിഷിൽ നിന്ന് ഫുഡ് കഴിക്കാനൊരു മൂഡ്. അങ്ങനെ വേഗം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് വേഗം ഓർഡർ ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു അതേ സ്പീഡിൽ തന്നെ ഞങ്ങൾക്ക് ഫുഡ് കിട്ടുകയും ചെയ്തു. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ബേക്കഡ് ഫിഷ് ആൻഡ് വെജീസ് ആട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. അതൊക്കെ ഞങ്ങൾ വേഗം കഴിച്ച് ബില്ലൊക്കെ പേ ചെയ്ത് ചെറിയൊരു ഡിസേർട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡിസേർട്ട് കഴിക്കാനായിട്ട് ഞങ്ങൾ പോയത് ബെൽജിയം വേഫിലേക്കാണ്. അങ്ങനെ ഓർഡർ ചെയ്ത് എൻ്റെ ഐറ്റം എൻ്റെ കയ്യിൽ കിട്ടി. പിന്നെ ഞാൻ യാമിക്കും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. യാമിക്കുള്ള പാഴ്സലും എൻ്റെ ഐറ്റവും ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞ് യാമിക്ക് തരുമോ? യാമി അമ്മയ്ക്ക് തരുമോ? പ്ലീസ് അമ്മയ്ക്ക് തായോ. അപ്പോൾ അത്രയുള്ള വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.